ശരി, ഇപ്പോൾ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ കൂടി ചേരുകയാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, സി പി എമ്മിനെതിരെയും വെല്ലുവിളി നടത്തുന്നുണ്ട് വി ഡി സതീശൻ. പിന്നെ മറ്റൊരു കാര്യം, സി പി എമ്മിനെതിരെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സി പി എമ്മിൻ്റെ നേതാക്കൾക്കെതിരെ തെളിവ് സഹിതം എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും അവിടെ കൂട്ടമായിട്ട് വന്ന് അവരെ സംരക്ഷിച്ച് MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധം തീർത്ത് ഇതൊരു പതിവായിട്ട് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ സി പി എം ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, ഇന്ന് പിൻവലിഞ്ഞു എന്നാണ് തോന്നുന്നത്. MLA സ്ഥാനവും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന്. അധാർമികമായ കാര്യമാണ് സി പി എം പറയുന്നത്. കാരണം അധാർമികത പിന്തുടരുന്ന ആളുകളാണ് സി പി എം. അപ്പോൾ അവിടെ ധാർമ്മികത പറയുവാൻ സി പി എമ്മിന് അവകാശമില്ല ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് ആണ് അതിന് മാതൃക കാട്ടിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് വെളിയിൽ കളഞ്ഞു. ഇനി അതിനുമപ്പുറം ഒരു സെന്റൻസ് പോലും പറയുവാൻ സി പി എമ്മിന് അർഹതയില്ല. മഞ്ജുഷ്, ഇതില് ഈ കഴിഞ്ഞ ഈ നിയമസഭയുടെ കാലയളവിൽ തന്നെ സമാനമായ 2 ആരോപണങ്ങൾ 2 MLA മാർക്കെതിരെ വന്നു. ശ്രീ വിൻസെന്റിനെതിരെയും അതുപോലെ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും വന്നു. KPCCയും കോൺഗ്രസും UDFും എന്തു നടപടിയാണ് സ്വീകരിച്ചത്? അവർ സ്വീകരിച്ച നടപടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം നിന്ന് പുറത്താക്കുക. എന്നാൽ വിൻസെന്റിനെതിരെയോ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയോ അങ്ങനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ നടപടി നാം കണ്ടില്ല. അപ്പോ ചില സൗകര്യങ്ങൾ, ആനുകൂല്യങ്ങൾ, സൗജന്യങ്ങൾ കോൺഗ്രസ് വെച്ചു നീട്ടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഇത് പ്രതികരിക്കപ്പെടേണ്ടത്. എന്നാൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും വിൻസെന്റിനെതിരെയും മുകേഷിനെതിരെയും ഒക്കെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, കേസുകളും വ്യത്യസ്തവും വിഭിന്നവുമായിട്ടുള്ള വിഷയമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യ ബോധം കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു. സംഘടനാ നടപടി കോൺഗ്രസിന് കൃത്യമായി ഇതിൽ അവർക്ക് പിശക് പറ്റിയെന്നും രാഹുൽ തെറ്റ് ചെയ്തു എന്നും ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അംഗത്വം നിന്ന് പുറത്താക്കുന്നത്. പക്ഷേ ഇതേ രീതിയിലുള്ള ഇപ്പോൾ രാഹുലിന് പ്രതിരോധം തീർക്കുവാനേ കഴിഞ്ഞിട്ടില്ല. ഇതേ രീതിയിൽ തന്നെയാണ് ഈ ശബ്ദരേഖകളൊക്കെയാണ് പുറത്തു വരുന്നതെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇതേ വ്യക്തതയോടുകൂടി തന്നെ വന്നതാണെന്ന്. അന്നൊരു മാനനഷ്ട കേസ് കൊടുക്കുവാൻ പോലും പാർട്ടി പറഞ്ഞിട്ട് പോലും അദ്ദേഹം അതിന് തയ്യാറായില്ല. പാർട്ടി അനുമതി കൊടുത്തതാണ് എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതിന് പോലും കടകംപള്ളിക്ക് കഴിഞ്ഞില്ല. അതായത് പ്രതിരോധം തീർക്കുവാനേ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. സമാനമായ രീതിയിൽ മുകേഷിനെതിരെ അപ്പോഴൊക്കെ ഇതേ പ്രതിരോധമാണ് തീർത്തത്. ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പദവി വീണ്ടും കിട്ടുകയില്ല എന്ന്. അപ്പോൾ പിന്നെ ഇതിൽ കോൺഗ്രസിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ല. കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചും മുകേഷിനെ സംബന്ധിച്ചും പാർട്ടി പ്രാഥമികമായ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. വന്നിട്ടുള്ള ശബ്ദരേഖയാണെങ്കിലും തെളിവുകളാണെങ്കിലും കേസുകളാണെങ്കിലും അത് സംബന്ധിച്ച് പാർട്ടി പ്രാഥമിക വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് വസ്തുതാ വിരുദ്ധമാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് പാർട്ടി എടുത്തത്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷ് പാർട്ടി അംഗമല്ല. പാർട്ടിയുടെ ഘടകങ്ങളിൽ ഒരു ഘടകത്തിനും പ്രവർത്തിക്കുന്ന ആളല്ല. അങ്ങനെ പറയല്ലേ? അല്ലല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യമാണ്. അതല്ല ഞാൻ പറഞ്ഞത്. MLA സ്ഥാനത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതന്നെ, MLA സ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമായിരുന്നു. പക്ഷെ ഇപ്പോ നിലവിൽ വന്നിരിക്കുന്ന രാഹുലിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിന്റെ പോലും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ് എന്ന ബോധ്യം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, KPCCക്കുണ്ട്. അത് ബോധ്യപ്പെടാത്തത് പാലക്കാട്ടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതൊരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല എങ്കിൽ ആ ജനപ്രതിനിധി ആ സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് CPM എടുത്തിട്ടുള്ള നിലപാട്. ആ നിലപാടിൽ ഒരു മാറ്റമില്ല. ഇപ്പൊ മുകേഷ് അല്ല ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കുക. അങ്ങനെ ഒരു നിലപാടാണ് കോൺഗ്രസ് എടുക്കേണ്ടത്. കാരണം കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഒരാളെ എന്തിന് പാലക്കാടിന് മേൽ കെട്ടിവെക്കണം എന്നുള്ളതാണ്. പക്ഷെ CPM അത് പറയാൻ അർഹതയില്ലെന്നേ. CPM മാത്രം അത് പറയരുത്. കാരണം CPM ഈ കീഴ്വഴക്കം ഇവിടെ ഉണ്ടാക്കിയ പാർട്ടിയാണ്. അതുകൊണ്ടാണ് CPM പറയാൻ അർഹതയില്ല. അല്ല, CPM ആവശ്യപ്പെടുന്നതിന്റെ പ്രാഥമിക വിഷയം ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനെതിരെയോ മുകേഷിനെതിരെയോ വന്നിട്ടുള്ള ആരോപണങ്ങളുടെ വ്യാപ്തിയെ സംബന്ധിച്ചുള്ളതാണ്. അല്ല, വ്യാപ്തി നിങ്ങളാണ് തീരുമാനിച്ചത്. നിങ്ങളാണ് അതിന്റെ തീവ്രത നോക്കുന്നത്, ബാക്കിയുള്ളവരല്ല. നിങ്ങൾ തീവ്രത നോക്കി നിങ്ങൾ കൂട്ടത്തോടെ കടകംപള്ളിയെയും മുകേഷിനെയും സംരക്ഷിച്ചു എന്ന് വെച്ച് ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ വിശ്വസിക്കണമെന്നില്ല. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇവിടെയാണെങ്കിൽ കോൺഗ്രസ് ശരിയാണ്, CPM നിന്ന് വ്യത്യസ്തമായ ഒരു പാർട്ടി സംഘടനാ സെറ്റപ്പാണ് ഉള്ളത്. അവിടെ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ അവിടെ കൂട്ടത്തോടെ ആ നേതാവിനെതിരെ ഇറങ്ങി പുറപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് വേണം താനും, അങ്ങനെ വേണം താനും, അങ്ങനെ സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു സെറ്റപ്പിന്റെ ഒരു വ്യത്യാസമുണ്ട് ഈ കാര്യത്തിൽ. അത് നിങ്ങൾ യോജിച്ച് മുകേഷിനെയും കടകംപള്ളിയെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തി, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അങ്ങനെ മഞ്ജുഷ്, അതില് മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണം, മുകേഷിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ അല്ലാത്ത ഒരാളെന്ന നിലയിൽ പാർട്ടിക്ക് മുകേഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സ്വതന്ത്രനായി മത്സരിക്കുകയും CPM ചിഹ്നം അനുവദിച്ച് CPM സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളാണ്.
അപ്പോ അത്തരം ഒരാളോട് നിശിതമായ ഭാഷയിൽ പാർട്ടിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പരിമിതിയുണ്ട്. ഒരു പരിമിതിയില്ല, അതുകൊണ്ടാണ് ഒരു പരിമിതിയില്ല. CPM-നല്ലേ ഇല്ല പരിമിതി? ഇല്ല മഞ്ജുഷ്, അതില് ഒരുപക്ഷെ മുകേഷിനോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു എന്നൊരു ഹൈപ്പോത്തിസിസ് എടുത്തോളൂ. അങ്ങനെ ഒരു അസംഷനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? അത് പക്ഷെ രാഹുലിനോട് അങ്ങനെ തന്നെയാണ്. രാഹുൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിലൊന്നും വരില്ല. രാഹുലിന് സ്വതന്ത്രനായിട്ട് തന്നെ MLA ആയിട്ട് തുടരാൻ പറ്റും. അത് രണ്ട് കാര്യത്തിലും ഈക്വലാണ്. രാഹുൽ ചിലപ്പോൾ പറഞ്ഞു കാണും എനിക്ക് പറ്റില്ല എന്ന്. നമുക്കറിയാൻ പറ്റുമോ അത്? അല്ല, അത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ, കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള യുവ നേതാവ് എന്ന നിലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണല്ലോ. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ തലയിൽ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് ഏതോ വലിയ അപരാധമാണ് എന്ന അർത്ഥത്തിൽ കാണുകയും വേണ്ടതിന്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് CPM-നെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം രാഹുൽ രാജിവെക്കാതിരിക്കുക എന്നുള്ളതാണ്. രാഹുൽ രാജിവെക്കാതിരിക്കുന്നിടത്തോളം കാലം ധാർമ്മികത ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിന് ഈ വിഷയത്തിൽ വർത്തമാനം പറയാൻ പോലും ആവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഭീഷണിയുടെ സ്വരത്തിൽ ശ്രീ VD സതീശൻ വർത്തമാനം പറഞ്ഞു തുടങ്ങി. എന്തുകൊണ്ട് VD സതീശൻ തനിക്ക് ലഭിച്ച പരാതി ഇത്രയും കാലമായിട്ടും മൂടിവെക്കപ്പെട്ടു എന്നുള്ളതൊരു വലിയ ചോദ്യം മുന്നിൽ നിൽക്കുകയല്ലേ? ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാതല്ലേ അദ്ദേഹം രാഹുൽ രാജിവെക്കണം, രാഹുലിനെതിരെ നടപടിയെടുക്കണം എന്ന നിലപാടിലേക്ക് വന്നത്? ആ നിലപാടിൽ നിന്ന് ഇപ്പോ കടകം മറിഞ്ഞിട്ട് ബാക്കി ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെയും ഇതുപോലെ സമാനമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്ന രാഷ്ട്രീയമല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് തന്റെ പാർട്ടിയുടെ ഒരു യുവ MLA, ആ യുവ MLA ചെയ്തിട്ടുള്ള തെറ്റ് താൻ അറിഞ്ഞിട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നു വർഷങ്ങളോളം. ആ വിവരം പുറത്തു പറയാതിരിക്കുന്നു. തന്റെ പിതൃതുല്യമായി കരുതിയിരുന്ന ആളുകളെ ഒരു വ്യക്തി നൽകിയ പരാതി, ആ പരാതി മൂടിവെക്കപ്പെട്ടു എന്നുള്ളത് ഗൗരവതരമായ ഒരു കുറ്റകൃത്യം കൂടി ശ്രീ VD സതീശൻ ചെയ്തിട്ടുണ്ട്. ആ പരാതി ഒരുപക്ഷെ ശരി, ഈ കുറ്റം ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതെല്ലാം പക്ഷേ CPM-ന് പറയാൻ അർഹതയില്ല. കാരണം ഈ പരാതി, ഇത്തരത്തിലുള്ള പരാതികൾ CPM-ന് കിട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പാർട്ടി അന്വേഷണമാണ് നടക്കാറുള്ളത്. എന്നിട്ട് അവിടെ തീവ്രത അളന്നിട്ട് ആ പറയുന്നയാളെ കുറ്റവിമുക്തനാക്കുക എന്നുള്ള പതിവ് കാര്യം CPM-ൽ നടക്കുന്നതാണ്. അപ്പോൾ ഈ കീഴ്വഴക്കമെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ഈ പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയെ ഉപദേശിക്കാൻ അർഹതയില്ല. അവരവരുടെ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളും അതിനകത്തുണ്ട്. MLA ആയി തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികമായിട്ട്, നിയമപരമായിട്ടോ ഒന്നുമല്ല, കീഴ്വഴക്കം വെച്ച് നോക്കുമ്പോഴും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ധാർമ്മികമായിട്ട് അത് ശരിയല്ല രാഹുൽ ആ പദവിയിൽ തുടരുന്നു. പക്ഷേ ഇതൊന്നും പറയാൻ CPM എന്ന പാർട്ടിക്ക് കേരളത്തിൽ അർഹതയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി കോടതികൾ പോലും ഉള്ള ഒരു പാർട്ടിക്ക്. അല്ല മഞ്ജുഷ്, ഇപ്പൊ CPM-ന്റെ ഒരു പ്രവർത്തകനെതിരെ അല്ലെങ്കിൽ ഒരു നേതാവിനെതിരെ ഒരു ആരോപണം വന്നാൽ CPM അത് സ്വയം പരിശോധിക്കുന്നതിനുള്ള തീരുമാനം എടുക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികളും എടുത്തിട്ടുണ്ട്. അത് ആദ്യമായിട്ടൊന്നുമല്ല. ഏതെങ്കിലും ഒരു ആക്ഷേപമോ ആരോപണമോ വന്നാൽ അത് അപ്പടി വിശ്വസിക്കുന്ന പാർട്ടിയല്ല CPM അത് പരിശോധിക്കും. വ്യക്തിപരമായ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും അത് അന്വേഷിക്കുന്നതിന് ആ സഖാവ് പ്രവർത്തിക്കുന്ന ഘടകത്തിന്റെ ചുമതലപ്പെടുത്തും. അത് അന്വേഷിച്ചതിന്റെ വസ്തുതകൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് നടപടികളിലേക്ക് പോകാറുള്ളത്. എടുത്തുചാടി നടപടി എടുക്കുന്ന സമീപനം CPM-ൽ ഇല്ല. അപ്പോൾ മറ്റുള്ളവരോട് എടുത്തുചാടി നടപടി എടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യരുത് അഡ്വക്കേറ്റ് BN ഹസ്കർ. അതുകൊണ്ടാണ് CPM-ന്റെ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ പ്രകടമായി വരികയാണ്. അതാണ് പ്രശ്നം. അതാണ് നിങ്ങൾക്കെതിരെ വെല്ലുവിളി ഉയർത്തുവാനായിട്ട് VD സതീശനും കഴിയുന്നത്. അവർ പേരിനെങ്കിലും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാതൃക കാട്ടിയിട്ടുണ്ട്. പിന്നെ MLA സ്ഥാനവും രാജിവെക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് അർഹത